അസ്സലാമു അലൈക്കും. ജമാലെ, ഈ എന്താ ഉമ്മാനോട് പോവേണ്ട കാര്യമൊന്നും പറയാത്തത്? ഉമ്മ ആകെ ടെൻഷനായി ഇരിക്കുകയാണ്. ഉപ്പ തന്നെ ഒന്നും മിണ്ടാതെ പോയില്ലേ? ജമാൽ ഒന്നും മിണ്ടാതെ അവിടെ നോക്കി. ഞാൻ അന്വേഷിച്ചപ്പോൾ 6 ലക്ഷം രൂപയ്ക്ക് 6 മാസത്തേക്ക് അവിടെ ഉപ്പാക്കാകുന്ന കേട്ടത്. ഉപ്പാക്കിത് എന്തിൻ്റെ കേടാണ്? എത്ര പൈസ മുടക്കിയാലും ഇനി ഉപ്പാക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയോ? ജമാലും ജാസ്മിനും അറിയാതെ മുഖത്തോട് മുഖം നോക്കി. 6 ലക്ഷം രൂപയാണ് 6 മാസത്തേക്ക് എന്നത് അവരെ സംബന്ധിച്ച് ഒരു പുതിയ അറിവായിരുന്നു. പാലിയേറ്റീവ് കെയറുകാർ കൊണ്ടുപോയി എന്നായിരുന്നു അവരുടെയൊക്കെ ധാരണ. പണമൊന്നും വേണ്ട എന്നും അവർ കരുതി. അല്ല, ഈ ഇതെങ്ങനെ അറിഞ്ഞു? ജമാൽ അമ്പരപ്പോടെ ചോദിച്ചു. ഞാൻ അന്വേഷിച്ചു. അതങ്ങ് ഉഗാണ്ടയിലൊന്നല്ലല്ലോ, വയനാട്ടിലാണെന്ന് കേട്ടപ്പോൾ ഞാൻ അവിടെയുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് അന്വേഷിച്ചു. അയാൾ അന്വേഷിച്ച് വിശദമായിട്ട് പറഞ്ഞു തരികയും ചെയ്തു. അറബികളും വിദേശികളൊക്കെയാണ് അവിടെയുള്ള കസ്റ്റമേഴ്സ്. 6 മാസം അവിടെ താമസിച്ച് ചികിത്സ ചെയ്യുന്നതിന് അവർക്ക് 10 ലക്ഷം ഒക്കെയാണല്ലോ ചാർജ് ചെയ്യുന്നത്. മലയാളികളാണെങ്കിൽ 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെയാവും. ഫുൾ ഉഡായിപ്പാണെന്നാണ് കേട്ടത്. അവൻ പറഞ്ഞത് ഇതൊക്കെ തട്ടിപ്പാണെന്നാണ്. മര്യാദക്ക് ഭക്ഷണം പോലും അവർക്ക് കൊടുക്കുന്നില്ല. ഭക്ഷണം കുറച്ച് ഉച്ചിലും തിരുമ്പലൊക്കെയായി ആർക്കായാലും അല്പം സുഖം കിട്ടുമല്ലോ, അത് മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത്. മര്യാദക്ക് നല്ലൊരു താമസ സ്ഥലം പോലും ഇല്ലത്രേ. എല്ലാം ആ മാഷിൻ്റെ പണിയല്ലേ. അയാൾക്ക് നല്ല തുക കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. ജമാലിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. 6 ലക്ഷം ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്നായിരുന്നു അയാൾ ചിന്തിച്ചത്. നമുക്ക് ആദ്യം ഒരു അബദ്ധം പറ്റി. ഉപ്പാൻ്റെ അക്കൗണ്ടിലുള്ള പണം ആദ്യം മാറ്റണമായിരുന്നു. 6 മാസത്തെ ചികിത്സ കഴിഞ്ഞിട്ട് എവിടെയൊക്കെ ടൂറ് പോകണം എന്നൊക്കെയാണ് ഉപ്പയുടെ പ്ലാൻ എന്ന് തോന്നുന്നു. ടൂറോ? ഈ സമയത്തോ? ഇതൊക്കെ ആര് പറഞ്ഞു നിന്നോട്? നെട്ടലോടെ ജമാൽ ചോദിച്ചു. ആര് പറഞ്ഞാലും അതൊക്കെ ഞാൻ അറിഞ്ഞു. സ്ഥലം വിറ്റിട്ടായാലും കാര്യങ്ങളൊക്കെ നടത്തണമെന്നാണ് മാഷി ഉപ്പാനോട് പറഞ്ഞത്. ഇത് എല്ലാവർക്കും ഉള്ള പണി തന്നെയാണ്. ഇവിടുത്തെ 3 വീടുകളും നിങ്ങളൊക്കെ ഉണ്ടാക്കിയതാണെങ്കിലും സ്ഥലം ഇപ്പോഴും ഉപ്പാൻ്റെ പേരിൽ തന്നെയാണ്. ആ മാഷിൻ്റെ കിണയിൽ കുടുങ്ങി ഇതൊന്നും വിറ്റ് തുലക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇതൊക്കെ വിൽക്കണമെന്ന് അയാൾ ഉപ്പയെ ഉപദേശിച്ചെന്ന് കേട്ടു. അയാൾക്ക് നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ജമാൽ അസ്വസ്ഥനാകുന്നത് അവൾ കണ്ടു. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ആബിദ ഇടങ്ങണിട്ട് നോക്കി ജാസ്മിനെ നോക്കി. അവളുടെ മുഖത്ത് വലിയ ഭാവഭേദമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ജമാലിൻ്റെ മുഖം അങ്ങനെയല്ലായിരുന്നു. നാട്ടിലെ സ്വത്തുക്കൾ മുഴുവനും കൈവിട്ടു പോകുമോ എന്ന ഭയം അയാളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. അതൊക്കെ എങ്ങനെ നടക്കുക? അതൊന്നും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അങ്ങനെ തോന്നുന്നത് പോലെ വിൽക്കാൻ ഇത് അടക്കയും മാങ്ങയൊന്നല്ലല്ലോ. ജമാൽ പറഞ്ഞത് കേട്ട് ആബിദ ചിരിയോടെ അയാളെ നോക്കി. നീ എന്തൊരു പൊട്ടനാണ് ജമാലേ. ഒന്നുമില്ലെങ്കിൽ ഈ എൻ്റെ ആങ്ങളല്ലേ, എല്ലാം നമ്മൾ ഉപ്പാൻ്റെ പേരിലാണല്ലോ. അപ്പോൾ പിന്നെ ഉപ്പാക്ക് വിൽക്കാൻ എൻ്റെ സമ്മതം എന്തിനാ? നിൻ്റെ സമ്മതം കിട്ടിയാലും ഇല്ലെങ്കിലും ഉപ്പ വിചാരിച്ചാൽ ഇതെല്ലാം വിൽക്കാൻ കഴിയും. ജമാൽ ആബിദയുടെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കി. ജാസ്മിൻ്റെ മുമ്പിൽ വെച്ച് അവൾ അങ്ങനെ പറഞ്ഞത് അയാൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അയാൾ പതിയെ ജാസ്മിൻ്റെ മുഖത്ത് നോക്കി. ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നതുപോലെ അവൾ അങ്ങനെ നിൽക്കുന്നത് അയാൾ കണ്ടു. നീ എന്ന് അടങ്ങ്, നമുക്ക് എല്ലാം സംസാരിച്ച് തീരുമാനിക്കാം. മാഷ് പറഞ്ഞത് അങ്ങനെയാണ് എന്ന് വെച്ച് ഉപ്പാക്ക് പെട്ടെന്നൊന്നും അത് വിൽക്കാൻ കഴിയില്ല. ഞാൻ എന്തായാലും വയനാട്ടിൽ പോയി ഉപ്പാനൊന്ന് കാണട്ടെ. എന്താണ് കാര്യം എന്നറിയാലോ. എല്ലാ സ്വത്തുക്കളും ഉപ്പ തന്നെ വിറ്റ് തുലക്കാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ മക്കളാണെന്ന് പറഞ്ഞ് ജീവിച്ചിരിഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാത്തിനും കാരണം ആ മാഷാണെന്ന് അയാൾ ഓർത്തു. കുറച്ചു കാലം അയാൾ നാട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് വലിയ ശല്യമൊന്നുമില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് അയാളിൽ നിന്നും ഉപ്പയെ അകറ്റണമെന്ന് ജമാൽ ഉറപ്പിച്ചു. അയാൾ വല്ലാത്തൊരു സ്വഭാവക്കാരനാണ്. അയാളുടെ കൂടെ കൂടിയാൽ ഉപ്പയുടെ സ്വഭാവം അയാളുടെ പോലെയാവും. പിന്നെ ഉപ്പയുടെ സ്വത്തുക്കളെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. ഏതായാലും 6 മാസം ഉപ്പ അവിടെ ആയിരിക്കുമല്ലോ. ഒരു കാരണവശാലും അത് കഴിഞ്ഞ് ഉപ്പ വേറെ എങ്ങോട്ടും പോവരുത്. ഇടയ്ക്ക് ഈ വയനാട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. എനിക്കറിയാലോ, ഇവിടെയുള്ളത് കൈവിട്ട് പോയാൽ നമുക്ക് രണ്ടാക്കും പിന്നെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഇക്കാക്കന്മാരുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് അവിടെ അത്യാവശ്യം ബിസിനസ്സും സമ്പത്തൊക്കെ ഉണ്ട്. അവർ ഉപ്പായുമായി നല്ല കമ്പനിയാണ്. അവർക്ക് അവരെ വീടൊക്കെ കിട്ടും. പക്ഷെ നമ്മളെ 2 പേർക്കും 5 പൈസ കിട്ടൂല. ആബിദ അത് തലയാട്ടി സമ്മതിച്ചു. എങ്കിലും അവൾ അല്പം പരിഭവത്തോടെ അയാളെ നോക്കി. നീ എന്ത് കാരണം കൊണ്ടായാലും നീ പറയാതെ പോകാൻ നോക്കിയത് ശരിയായില്ല. നീ ഒന്ന് ക്ഷമിക്കുക ആബിദ. എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. നിനക്കറിയാലോ, ഞാൻ അവിടെ ചെറിയൊരു കട തുടങ്ങിയ കാര്യം. വർഷങ്ങളായി അതിൽ നിന്ന് ഒരു ലാഭം ലഭിക്കുന്നില്ല. ഞാൻ തന്നെ എല്ലാ റിസ്ക്കും ഏറ്റെടുത്തത്. അന്നൊന്നും വലിയ ലാഭമില്ലായിരുന്നു. എൻ്റെ പാർട്ട്ണർമാർ ആരും കടയിലേക്ക് തിരിഞ്ഞു നോക്കിയതുമില്ല. പിന്നീട് കട നല്ലതുപോലെ മെച്ചപ്പെട്ടപ്പോൾ ഞാൻ കിട്ടിയ ലാഭമെല്ലാം കടയിൽ തന്നെ നിക്ഷേപിച്ച് പോരുമ്പോൾ വലിയൊരു സംഖ്യക്കുള്ള പർച്ചേസ് നടത്തിയാണ് പോകുന്നത്.
ഇപ്പോൾ അവർക്ക് കട വേണമെന്ന് പറയുന്നു. ഇത്രയും കാലത്ത് ലാഭം വേണമെന്ന് പറയുന്നു. കൂടാതെ ഞാൻ വാങ്ങിയ സാധനങ്ങളുടെ പൈസ എല്ലാം തന്നെ ഞാൻ തന്നെ തിരിച്ചു കൊടുക്കണമല്ലോ. പെട്ടെന്ന് തിരിച്ചു തന്നില്ലെങ്കിൽ കട എനിക്ക് നഷ്ടമാവും. കൂടാതെ വലിയൊരു ബാധ്യത ആവും. അതല്ലേ ഞാൻ പോകുന്നത്. ഇപ്പോൾ ചെന്ന് കഫീലിനെ കണ്ട് അതെല്ലാം ക്ലിയർ ചെയ്തില്ലെങ്കിൽ എനിക്ക് സൗദിയിലേക്ക് കടക്കാൻ പോലും പിന്നെ കഴിയൂല. അതുമാത്രമല്ല നിങ്ങളെ പോക്കും നടക്കൂല. കാര്യങ്ങൾ മനസ്സിലായതുപോലെ ആബിദ തലകുലുക്കി. എന്നാൽ പിന്നെ വേഗം പോയിട്ട് വാ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുറന്നു പറഞ്ഞല്ലേ അറിയൂ ഞങ്ങളൊക്കെ. ഞാനൊരു കാര്യം ചെയ്യാം. ഇതെല്ലാം ഇക്കാനോട് പറയാം. വേണ്ട, നീ പറയണ്ട. പെട്ടെന്ന് തന്നെ ജമാൽ പറഞ്ഞു. അളിയനോട് ഇക്കാക്കമാരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞതാ. എന്നാൽ ആർക്കും എൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ജാസ്മിനെ കല്യാണം കഴിച്ചത് അവർക്കൊന്നും ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി എൻ്റെ കാര്യം പറഞ്ഞ് വരരുത് എന്നാണ് 3 പേര് എന്നോട് പറഞ്ഞത്. സാരമില്ല, അതൊക്കെ ഞാൻ തന്നെ ക്ലിയർ ചെയ്തോളാം. ആബിദ പിന്നീട് അവിടെ നിന്നില്ല. അവൾക്ക് ഇത്രയും പെട്ടെന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം ഉമ്മയോട് പറയണമായിരുന്നു. ജമാൽ പൊട്ടിപ്പൊളയാൻ പോവുകയാണെന്നുള്ള വാർത്ത അവളെ ശരിക്കും സന്തോഷിപ്പിക്കുക തന്നെ ചെയ്തു. അതേസമയം ജമാൽ പൊളിഞ്ഞാൽ സൗദിയിലേക്ക് പോകുന്ന കാര്യം നടക്കില്ല എന്നതും അവളെ ആശങ്കപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണെങ്കിൽ പറയണ്ടേ. അല്ലെങ്കിലും എൻ്റെ മൂത്ത 2 മക്കൾക്കും നമ്മളോടൊന്നും ഒരു സ്നേഹമില്ല. അല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ നമ്മളെ കൊണ്ടുപോകാൻ കഴിയൂലേ. എത്ര കാലമായി ഓലെ അവിടെ ജോലി ചെയ്യണേ. ഇവിടെ ഓരോരുത്തർ പോയി 2 മാസം കഴിയുമ്പോഴേ കുടുംബക്കാരെ മുഴുവൻ കൊണ്ടുപോകണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നബീസു പറഞ്ഞത് എങ്ങനെയാണ്. സെലീനത്തെയും ലൈലത്തെയൊക്കെ കൊണ്ടുപോകാൻ ഇക്കാകമാർക്ക് പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. 2-3 ദിവസം അങ്ങനെ പറഞ്ഞതായി ഓർക്കുന്നു. ആഹാ, അങ്ങനെയുണ്ടോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്പരപ്പോടെ നബീസ് ചോദിച്ചു. ഇപ്പോൾ ഇതൊന്നും ആരും ഉമ്മയോട് പറയാറില്ലല്ലോ. ഇല്ല, ആർക്കും പിന്നെ വേണ്ടല്ലോ. എന്നെക്കൊണ്ട് ഒരു ഉപകാരമില്ല. അപ്പോൾ പിന്നെ എൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു മക്കളൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ 5 പവൻ്റെ മാലയൊക്കെയാണ് ഉമ്മാർക്ക് കൊണ്ടുവരുന്നത്. എനിക്കതൊന്നും കിട്ടാനുള്ള ഭാഗ്യമില്ല. ആ മക്കളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ എനിക്കെന്തെങ്കിലും ഇതുവരെ വാങ്ങി തന്നിട്ടുണ്ടോ? സംഗതി തിരിച്ചടിച്ചെന്ന് ആബിദക്ക് മനസ്സിലായി. കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഉമ്മാക്ക് കൊടുക്കാനായി ഇക്ക തന്ന 5000 രൂപയും മുക്കിയത് അവൾക്ക് ഓർമ്മ വന്നു. എനിക്ക് എന്തെങ്കിലും ജോലിയോ വരുമാനം ഉണ്ടോ ഉമ്മ? നിങ്ങൾ എന്തിനാ എന്നെ പഠിപ്പിക്കാൻ വിടാതെ എന്നെ കെട്ടിച്ചു വിട്ടത്? അതുകൊണ്ടല്ലേ എനിക്ക് ഉമ്മാക്കൊന്നും വാങ്ങിച്ചു തരാൻ കഴിയാത്തത്. എന്നെ നന്നായി പഠിപ്പിച്ചിട്ട് ടീച്ചറൊക്കെ ആക്കിയിരുന്നെങ്കിൽ ഉമ്മാക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങി തന്നേനെ. എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ ജോലിയുണ്ട്. എൻ്റെ അത്ര പോലും പഠിക്കാത്തവരൊക്കെ ഇന്ന് നല്ല ജോലി ചെയ്ത് വലിയ സാലറി വാങ്ങുന്നു. എന്നെ എന്തേ പഠിക്കാൻ വിടാഞ്ഞതുമ്മ? അന്ന് നിന്നെ കെട്ടിച്ചു വിട്ടത് നന്നായി. അല്ലെങ്കിലേ കുടുംബം മൊത്തം നാറിപ്പോയനെ. നിൻ്റെ സ്വഭാവം അതല്ലായിരുന്നു. ആബിദ അറിയാതെ ഒന്ന് നെട്ടി. അതെന്താ ഉമ്മ? എനിക്കെന്ത് സ്വഭാവന? പിന്നെ ഈ ബസ്സിലെ കണ്ടക്ടറേറ്റ് അതല്ലേ നിന്നെ കെട്ടിച്ചു വിട്ടത്? അതൊക്കെ ഞങ്ങൾക്കറിയാടി, ആബിദയോട് ഉമ്മ പറഞ്ഞു. പിന്നെ ആബിദ ഒന്നും മിണ്ടിയില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഉമ്മ. അതൊക്കെ ഇവിടെ. ജമാൽ എന്തിനാ ഇപ്പോൾ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നതെന്നറിയോ? ഇല്ല, എന്താ? അവന് ആരും അറിയാതെ ഗൾഫിലെ 1-2 കടകളുണ്ടെന്ന് ഇക്ക പറഞ്ഞു ഓർമ്മയില്ലേ? അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്ന്. ആ കട കഫീൽ ഏറ്റെടുക്കുന്നു. മുടക്കിയ പണം മുഴുവൻ പോവും. അതാണ് ഇത്ര ബേജാറായി അവൻ അങ്ങോട്ട് പോകുന്നത്. ജാസ്മിന് പോലും അതൊന്നും ശരിക്കറിയില്ല. ശരിക്കും അവളെ കിട്ടിയത് അവന് നഷ്ടമാണെന്ന് തോന്നുന്നു. ഭാഗ്യക്കേടുള്ള പെണ്ണുങ്ങളെ കുടുംബത്തിൽ വന്നാലേ മുഴുവൻ ഭാഗ്യക്കേട് കൊണ്ടുവരും. അതെ, നബീസ് ഒന്ന് മൂളി. എന്താണോളെ നെകളിപ്പ്? ഇവളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ സാബ് എത്ര ഭേദമായിരുന്നു. എത്ര വഴക്ക് പറഞ്ഞിട്ടും അവൾ ഇതുവരെ നിങ്ങളോട് എന്നോട് എന്തെങ്കിലും ഒരു മറുവാക്ക് പറഞ്ഞിട്ടുണ്ടോ? അവളെ ഒഴിവാക്കിച്ചത് മോശമായി ഉമ്മ. ചിലപ്പോൾ അവളുടെയും മക്കളെയും ശാപം ഉണ്ടാവും. അത്ര വിഷമിപ്പിച്ചിട്ടുണ്ടവൻ. അവളെ ശാപം കിട്ടിയാലും ചിലപ്പം അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. അപ്പോഴാണ് നബീസും മക്കാരും ചിന്തിക്കുന്നത്. അവളെ ഒഴിവാക്കാനായി വളരെ ക്രൂരമായി പെരുമാറേണ്ടി വന്നു എന്ന് നബീസുവിന് ആദ്യമായി തോന്നി. സാബി ഒരു എത്തിയും കുട്ടിയാണ്. അവൾ ശപിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ പഠിച്ചവൻ എത്തിയ മക്കളെ ഉപദ്രവിക്കുന്നവരെ ശിക്ഷിക്കുമെന്ന് ഉസ്താദിൻ്റെ വയല് കേട്ടതും നബീസുവിൻ്റെ നെഞ്ചൊന്ന് കിടങ്ങി. ഇവിടെ ആരുമില്ലേ? ആ ഒരു ചോദ്യം കേട്ടപ്പോഴാണ് നബീസു ചിന്തയിൽ നിന്നും ഉണർന്നത്. കോളിംഗ് ബെൽ അടിച്ചാൽ പോരെ? ആബിദ പിറുപിറുക്കുന്നത് അവർ കേട്ടു. ഒന്ന് പോയി നോക്കാമോ? നബീസു മടിയോടെ പുറത്തേക്ക് വന്നു. പുറത്തു നിൽക്കുന്ന ആളെ കണ്ടതും അവർ ഒന്ന് പരുങ്ങി. അപ്പോഴേക്കും ആബിദയും അങ്ങോട്ട് വന്നു. ആഹാ, ആബിദയുണ്ടോ ഇവിടെ? മാഷി ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു. അതെന്താണ് മാഷി അങ്ങനെ ഒരു ചോദ്യം? ഇത് എൻ്റെ കൂടെ വീടല്ലേ, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ആബിദയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല എന്ന് മാഷ് ഓർത്തു. പണ്ടു മുതലേ അവളുടെ സ്വഭാവം ഇങ്ങനെയാണ്.
നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാലോ. വീടും സ്ഥലവും നിൻ്റെ ഉപ്പാൻ്റെ പേരിലാണെങ്കിലും നിനക്ക് വരുന്നതിലോ താമസിക്കുന്നതിലോ ഒരു തടസ്സമില്ലല്ലോ ആബിദ. ആബിദയുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറുന്നത് അയാൾ കണ്ടു. മാഷ് അകത്തേക്ക് കയറിയിരിക്ക്. കയറുന്നില്ല, ഞാൻ സത്യത്തിലേ ജമാലിനെ ഒന്ന് കാണാൻ വന്നതാണ്. ഏതായാലും ആബിദ കൂടി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എല്ലാവരോടായിട്ട് പറയാം. ജമാലിനെ ഒന്ന് വിളിക്കുമോ? ആ വിളിക്കാം, അവൻ അകത്തുണ്ട്. ആബിദ ജമാലിനെ വിളിക്കാനായി അകത്തേക്ക് പോയി. എന്താ? അവളുടെ വെപ്രാളം കണ്ട് അമ്പരപ്പോടെ അയാൾ ചോദിച്ചു. ജമാലെ, ആ തെരുപ്പം മാഷി വന്നിട്ടുണ്ട്, നിന്നെ കാണണമെന്ന് പറയുന്നു. ജമാലിൻ്റെ കണ്ണുകൾ തിളങ്ങി. പോകുന്നതിന് മുമ്പ് അയാളെ കണ്ട് 4 വർത്താനം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി 2-3 തവണ അയാളെ വീട് വരെ ചെന്ന് നോക്കിയതാണ്. അപ്പോഴെല്ലാം അവിടെ ഇല്ലായിരുന്നു. ഇനി ലീവിന് വരുമ്പോൾ കാണാമെന്നായിരുന്നു കരുതിയത്. ഏതായാലും തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് അയാൾക്ക് തോന്നി. ഇനി 2 വർത്താനം പറഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് അയാൾ ഓർത്തു. നടക്ക്, ആവേശത്തോടെ അയാൾ പറഞ്ഞു. 2 പേരും വേഗം കോണി കയറി താഴേക്ക് ചെന്നു. ആഹാ, മാഷ് എപ്പോഴാ വന്നു? അല്പം കനത്തിലായിരുന്നു ജമാലിൻ്റെ ചോദ്യം. അത് കൃത്യമായി തന്നെ മാഷിനെ മനസ്സിലാവുകയും ചെയ്തു. 10-65 കൊല്ലായി മോനെ ഞാൻ വന്നിട്ട്. അതിൻ്റെ ബാപ്പാൻ്റെ പ്രായമുണ്ട്. എന്തേ? അയാളും അല്പം കടുപ്പിച്ചാണ് പറഞ്ഞത്. അതോടെ ജമാലിന് കോൺഫിഡൻസ് നഷ്ടമായി. അയാൾ എന്തു പറയണമെന്നറിയാതെ അയാളെ നോക്കി. പിന്നെ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്, ആമുഖമായി അയാൾ പറഞ്ഞു. പറയോ മാഷേ, എനിക്കിത് നല്ല തിരക്കുള്ള ദിവസമാണ്. പെട്ടെന്ന് പറഞ്ഞാലേ നല്ലത്. ജമാലിനോട് തന്നോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്ന് മാഷ് കണ്ടു. നിൻ്റെ ഉപ്പ വയനാട് ചികിത്സയിൽ കൊടുക്കുന്ന കാര്യം അറിയാലോ. അത്യാവശ്യം നല്ല പണം വരുന്ന ചികിത്സയാണ്. തുടർച്ചയായി 6 മാസം ചെയ്തെങ്കിൽ മാത്രമേ അതിന് വല്ല പ്രയോജനം കിട്ടൂ. അതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത്? പെട്ടെന്നായിരുന്നു ജമാലിൻ്റെ ചോദ്യം. നിന്നോടല്ലാതെ വേറെ ആരോടാണ് പറയേണ്ടത്? അദ്ദേഹത്തിൻ്റെ ആൺമക്കളിൽ ഇപ്പോൾ നാട്ടിലുള്ളത് നീ മാത്രമല്ലേ. അപ്പോൾ പിന്നെ നിൻ്റെ ഉപ്പാൻ്റെ കാര്യം നിന്നോടല്ലേ പറയേണ്ടത്, അല്ലാതെ റോഡിൽ കൂടി പോകുന്ന വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതിയോ? നല്ല ദേഷ്യത്തിലായിരുന്നു മാഷിൻ്റെ ചോദ്യം എന്നതിനാൽ ജമാൽ ഒന്ന് പരുങ്ങി. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഉപ്പയെ ചികിത്സക്ക് വയനാട്ടിലേക്ക് കൊണ്ടുപോയത് നിങ്ങളെ കാണല്ലോ. നിങ്ങൾ കൊണ്ടുപോയപ്പോഴും ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒരു അഭിപ്രായം ചോദിക്കാതെ ഇപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ്? പറയാം. ദേഷ്യം അടക്കി പിടിച്ച് അയാൾ മൂളി. നിൻ്റെ ഉപ്പ ചോദിക്കാതെ ചികിത്സക്ക് പോയത് എന്തിനാണെന്ന് നിനക്കറിയില്ലല്ലേ? അന്ന് കിടപ്പിലായി പോയപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് നെയ്യും ആബിദയും കൂടിയല്ലായിരുന്നോ? അന്ന് മര്യാദക്ക് നല്ല ചികിത്സ കൊടുത്തിരുന്നെങ്കിലേ നിൻ്റെ ഉപ്പ എന്നോ എഴുന്നേറ്റ് നടന്നിരുന്നേനെ. ഡോക്ടർ നിന്നോട് ആബിദാനോട് പറഞ്ഞതല്ലേ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാതെ ഇവിടെ വീട്ടിൽ കൊണ്ട് കിടത്തി, അതല്ലേ? അന്ന് തന്നെ ചികിത്സ കൊടുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഉപ്പ എണീറ്റ് നടന്നിരുന്നു. ഇപ്പം എന്തായാലും പറഞ്ഞത്, ഈ വൈദ്യം പറഞ്ഞത് 6 മാസം കൊണ്ട് പൂർണ്ണമായും എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ ഒരു 6 ലക്ഷം രൂപയെങ്കിലും വേണം. 1.5 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ 4 മക്കളും കൂടി എടുത്താൽ നിങ്ങളുടെ ഉപ്പ എഴുന്നേറ്റ് നടക്കും. അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. 6 ലക്ഷം രൂപയെ? നബീസുവിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിവന്നു. അങ്ങേർക്ക് മര്യാദയ്ക്ക് ഇവിടെ കിടന്നാൽ പോരെ? ഈ വയസ്സുകാലത്ത് എന്തിനാ ഇത്രയും പണം ചിലവാക്കുന്നത്? 6 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പറഞ്ഞതാ. സത്യത്തിൽ 12 ലക്ഷം രൂപയാണ് ചിലവ്. അതിൽ 6 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ട്. ബാക്കി 6 ലക്ഷം രൂപയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ ഉപ്പയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. 4 മക്കളും കൂടി വിചാരിച്ചാൽ വളരെ നിസ്സാരമായി ഉപ്പാക്ക് എഴുന്നേറ്റ് നടക്കാമെന്നാണ് ഉപ്പ പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊന്നും നടക്കുന്ന കാര്യമില്ല, ഉറച്ച സ്വരത്തിൽ ജമാൽ പറഞ്ഞു. മാഷ് നട്ടലോടെ അവനെ നോക്കി. ഈ 12 ലക്ഷത്തിൽ നിന്ന് എത്ര ലക്ഷം രൂപയാണ് നിങ്ങളെ കമ്മീഷൻ എന്ന് പറ. അത് ഞങ്ങളെല്ലാവരും കൂടി പിരിവിട്ട് തന്നേക്കാം. എന്നിട്ട് ഉപ്പാൻ ഈ കെണിയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തോ? ഞാൻ നിങ്ങളെ കാണാതിരിക്കുകയായിരുന്നു. 2-3 തവണ നിങ്ങളെ വീട്ടിലും വന്നു. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്താണ് കരുതിയത്? ഞങ്ങൾ വെറും പൊട്ടന്മാരാണെന്നോ? ഉപ്പാൻ്റെ പ്രായമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒന്നും ചെയ്യാത്തത്. നിങ്ങൾക്ക് പോയി വേണമെങ്കിൽ ബാങ്കിൽ പോയി കുത്തി തുറന്ന് കട്ടൂടെ? ഇങ്ങനെ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ നടക്കണോ? ജമാൽ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞു. മാഷിൻ്റെ മുഖത്തെ രക്തം ഇരച്ചു കയറുന്നത് എല്ലാവരും കണ്ടു. നല്ല ആളാ നീ. ജന്മം തന്ന വാപ്പാക്ക് ചികിത്സക്ക് 1.5 ലക്ഷം രൂപ കൊടുക്കാൻ കഴിയാത്തവരാണ് ചിലക്കുന്നത്. എൻ്റെ മേല് തൊട്ടാലേ നീ വിവരം അറിയും. നിൻ്റെ ഉപ്പാന് പ്രായമുള്ളതെന്ന് ശരിയല്ല തന്നെ. പക്ഷേ ഇപ്പോഴും നിന്നെ പല്ലിളക്കാൻ എനിക്ക് കഴിയും മടിച്ച്. ആദ്യം മര്യാദക്ക് സംസാരിക്കടോ. അതോടെ ജമാൽ മിണ്ടാതായി. പിന്നെ എൻ്റെ മേത്ത് കൈവച്ചാലേ പോലീസ് കേസാവും. പിന്നീട് തനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല.
മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് അയാൾക്ക് തോന്നി. അയാൾ ആബിദയുടെ നേർക്ക് തിരിഞ്ഞു. അല്ല ആബിദ, നിന്റെ അഭിപ്രായം ഇത് തന്നെയാണോ? അതെ, അവൾ വാശിയോടെ പറഞ്ഞു. ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഉപ്പാക്ക് വയസ്സെത്രയായി എന്ന വിചാരം? നിങ്ങൾ ഇടയ്ക്ക് വന്ന് ഓരോന്ന് പറഞ്ഞു ഉപ്പാൻ്റെ മനസ്സ് മാറ്റി കൊണ്ടുപോയതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 6 മാസം കൊണ്ട് 12 ലക്ഷം രൂപ പൊടിച്ചാൽ നിങ്ങൾക്ക് സമാധാനമാവും. എൻ്റെ ഉപ്പ എഴുന്നേറ്റ് നടക്കുകയില്ല. അന്നേരം നിങ്ങൾക്ക് മുടക്ക് പറഞ്ഞ് ഒഴിവാകും. ആ പൈസയും പോവും. എന്തായാലും ഞങ്ങളതിന് തയ്യാറല്ല. നിങ്ങൾക്ക് കൂടി കമ്മീഷൻ കിട്ടുന്ന കാര്യമില്ലേ? എന്തെങ്കിലും ചെയ്ത് അത്രയും പൈസ ഒപ്പിച്ചു കൊടുക്കാൻ നോക്ക്. മാഷൊന്ന് മൂളി നബീസുവിന് നേരെ തിരിഞ്ഞു. എന്നോടൊന്നും ചോദിക്കണ്ട. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയതിന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. 10ൻ്റെ പൈസ ഞാൻ തരൂല. എന്നാൽ ശരി, നിങ്ങൾ വേണ്ട. തന്നില്ലെങ്കിൽ നിങ്ങളെ മൂത്ത 2 മക്കളുണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കട്ടെ. ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ, പക്ഷെ ഞങ്ങളോട് വേണ്ട. മാഷ് നിരാശയോടെ ഇക്കമ്മയുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നത് കണ്ടു. എത്രയൊക്കെ പറഞ്ഞിട്ടും വല്ല ഉളുപ്പുണ്ടോ എന്ന് നോക്കിക്കേ. 12 ലക്ഷം രൂപ പോലും. പഠിച്ചോനെ, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം? ഇതൊക്കെ വെറുതെ കളിയാണെന്ന് ഓർക്കുമ്പോൾ ബാക്കി പറയാൻ വന്നത് ആബിദ വിഴുങ്ങി. ജാസ്മിൻ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അതോടെ 2 പേരും ആ വിഷയം മാറ്റി. ഇതേസമയം മാഷി സെലീനയുടെ വീട്ടിലെത്തിയിരുന്നു. ലീലയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരോട് മാഷ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. 12 ലക്ഷം ആവുമല്ലേ? ലൈല ചോദിച്ചു. അയാൾ പതിയെ തലയാട്ടി. 6 ലക്ഷം രൂപ ഞങ്ങൾ ഉപ്പാൻ്റെ കയ്യിലുണ്ട്. ഇനി 6 ലക്ഷം രൂപ കൂടി മതി. 4 മക്കളും കൂടി വീതിച്ചെടുത്താൽ അതൊക്കെ നിസ്സാരമായി നടക്കും. അത്രയും തുക മുടക്കിയാൽ ഉപ്പ എഴുന്നേറ്റ് നടക്കുന്ന ഉറപ്പാണോ മാഷേ? ലൈലയുടെ സ്വരത്തിലെ സംശയം കണ്ട് മാഷ് പതിയെ ചോദിച്ചു. അങ്ങനെയാണ് വൈദ്യൻ പറഞ്ഞത്. ശരി മാഷേ, പൈസയുടെ കാര്യമായതുകൊണ്ട് ഇക്കമാർ പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് തന്നെ ഇക്ക വിളിക്കുമ്പോൾ പറയാം. അത്ര പൈസയൊന്നും ഇവിടെ ഇല്ല. ഈ സമയത്ത് ഞങ്ങളെ ഇക്കമാർക്ക് അഴക്കാൻ കഴിയുമൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, അവിടുത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നോളൂ. ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ ഇക്കമാരെ കൊണ്ട് അയപ്പിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. 1.5 ലക്ഷം രൂപയല്ലേ? ഉപ്പാക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെങ്കിൽ 1.5 കൂടി ഉണ്ടെങ്കിലും മുടക്കാൻ കുഴപ്പമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലേ ഇത്ത? ലീല ചോദിച്ചത് കേട്ട് സെലീനയും തലയാട്ടി. നിങ്ങൾ ഇക്കമാർ 2 പേരും ഗൾഫിലല്ലേ? അവർക്ക് എപ്പോൾ പണത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല മാഷേ. ഇപ്പോൾ കച്ചവടമൊക്കെ കുറവാണ്. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. 3 ലക്ഷം രൂപ ഒന്നും ഇപ്പോൾ അവരെ കയ്യിൽ പെട്ടെന്ന് എടുക്കാൻ കാണില്ല. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഞങ്ങളെ കുറച്ച് സ്വർണ്ണമുണ്ട്. നല്ല വിലയുള്ള സമയമാണല്ലോ. കുറച്ച് വിറ്റാൽ തന്നെ പണം കിട്ടും. എപ്പോഴാണ് പൈസ വേണ്ടത്? നാളെ മതിയോ? സ്വർണം വിൽക്കുകയൊന്നും വേണ്ട. പണം വേണ്ടത് എപ്പോഴാണെന്ന് ഞാൻ പറയാം. എന്നിട്ട് ഇക്കമാരോട് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ ഞാൻ പോയി വരാം. ചായ കുടിച്ചിട്ട് പോവാം മാഷേ. ചായയൊക്കെ പിന്നെ ആവാം. നല്ല തിരക്കുള്ള ദിവസമാണ്. അവരോട് സലാം പറഞ്ഞ് അയാൾ മടങ്ങി പോകുമ്പോൾ നബീസും ആബിദും ജമാലും വീട്ടുമുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മുഖം കണ്ടിട്ട് മുഴുവൻ പൈസയും അവർ തന്നെ കൊടുത്ത ലക്ഷണമാണല്ലോ. നബീസു കളിയാക്കി പറയുന്നത് കേട്ടപ്പോൾ മാഷി ഒന്നും മിണ്ടാതെ വേഗം നടന്നുപോയി. റോഡിലെത്തിയപ്പോൾ അയാൾ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്തു. അത് കോളിങ്ങിലായിരുന്നു. അയാൾ അത് ചെവിയോട് ചേർത്ത് വെച്ചു. നീ എല്ലാം കേട്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ? മാളിയേക്കൻ മൊയ്തീൻ ഹാജിയായിരുന്നു അപ്പുറത്ത്. അയാൾ ആ സംസാരമെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു. ഇനിയും നീ അവരെക്കുറിച്ച് ഓർക്കാതിരിക്കുകയാണ് നല്ലത്. നിന്റെ മൂത്ത 2 മക്കളും ഭാര്യമാരും മാത്രമേ നിന്നെ സ്നേഹിക്കുന്നുള്ളൂ. അവരെ കയ്യിൽ പണമില്ല എന്നും നമുക്കറിയാം. എങ്കിലും സ്വർണം വിറ്റിട്ടാണെങ്കിലും അവർ നിന്നെ സഹായിക്കും. നീ എഴുന്നേറ്റ് നടക്കണമെന്നാണ് അവരെ ആഗ്രഹം. എന്നാൽ നിന്റെ ഭാര്യയും ഇളയ 2 മക്കളും 1 രൂപ പോലും നിനക്ക് വേണ്ടി മുടക്കാൻ തയ്യാറില്ല. ഇപ്പം കേട്ടില്ലേ? അവർ എന്നോട് പറഞ്ഞത് മുഴുവനും നീ കേട്ടില്ലേ? നിന്റെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണം നിന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ആരുടെയും 1 രൂപയും നിനക്ക് ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു കളി കളിച്ചത്. ഇനി നീയാണ് തീരുമാനമെടുക്കേണ്ടത്. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നീയൊന്ന് സാബിയുടെ അടുത്ത് കൂടി പോകണം. അവരുടെ കയ്യിൽ ചിലപ്പോൾ 1 രൂപ പോലും ഉണ്ടാവില്ല. എങ്കിലും എന്താണ് അവരുടെ അഭിപ്രായം എന്ന് കൂടി അറിയണം. എന്നിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അത് പറയുമ്പോൾ പണ്ട് തൻ്റെ കൂടെ അതിസാഹസികമായി കുത്തിയൊഴുകുന്ന പുഴ നീന്തി കടക്കുന്ന അതേ മൊയ്തീനാണ് അത് പറയുന്നത് എന്ന് മാഷിന് തോന്നി. ആ വാശിയും പ്രസരിപ്പും അയാളിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ.